ഒരു ദിവസം രാത്രി സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി തിരിച്ചു വന്ന മെഹനാസ് കണ്ടത് റിഫയുടെ മൃതശരീരമാണ്. ആത്മഹത്യ ചെയ്തു നിൽക്കുന്ന റിഫയുടെ മൃതശരീരം. കഴുത്തിൽ കുരുക്കിട്ട് തന്നെയാണ് റിഫ ആത്മഹത്യ ചെയ്തത്. ഉടനടി പോലീസിനെ അറിയിച്ച തൊട്ടു പിന്നാലെ തന്നെ നാട്ടിലെത്തിച്ച് കോഴിക്കോടുള്ള റിഫയുടെ വീട്ടിൽ വെച്ച് തന്നെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തി. എന്നാൽ ഇതിനു ശേഷം റിഫയുടെ ഭർത്താവെന്നറിയുന്ന ഈ മെഹനു എന്ന് വിളിക്കുന്ന മെഹനാസിന്റെ സ്വഭാവത്തിൽ ഒരു ചെറിയ വ്യത്യാസം കണ്ടതോടെ തന്നെ റിഫയുടെ മാതാപിതാക്കൾ ഇത് പോലീസിനെ അറിയിച്ചു. ഈ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞു. ഇതിന് ചൂണ്ടിക്കാട്ടി നിരവധി അന്വേഷണം രംഗത്തുണ്ടായിരുന്നു. എന്നാൽ റിഫയുടെ കഴുത്തിലുണ്ടായിരുന്ന പാട് അതൊരു തൂങ്ങി മരണത്തിന്റെ പാട് തന്നെയാണ് എന്നായിരുന്നു പിന്നീട് സ്ഥിരീകരിച്ചത്. പക്ഷേ മെഹനാസിന്റെ ഈ ഒരു സ്വഭാവ രീതിയിലാണ് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നത്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഈ മെഹനാസ് മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ 4 വയസ്സുള്ള തന്റെ മകനെ കാണാൻ പോലും മെഹനാസ് പോകാറില്ല. റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് മെഹനാസിനെ പിന്നീട് ആ വീട്ടിൽ കയറ്റിയിട്ടില്ല.